ഈ നിയമന ഉത്തരവ് ആ കാലൻ ബിഷപ്പിന്റെ നെഞ്ചത്ത് കൊണ്ടുവെക്കുക. കത്തോലിക്ക സഭയിലെ കൂദാശ കച്ചവടക്കാരന്മാർ കൊലയ്ക്ക് കൊടുത്ത തന്റെ മകളുടെ ജീവനറ്റ ശരീരത്തിന് മുന്നിൽ ഈ ഹൃദയം തകർന്നിരിക്കുന്നത് തന്റെ മകളെ കഷ്ടതയിലും മികച്ച വിദ്യാഭ്യാസം കൊടുത്ത് അധ്യാപികയാക്കിയ ഒരു പാവപ്പെട്ട പിതാവാണ്. വളവനാനിക്കൽ ബെന്നി. മകളൊരു അധ്യാപികയായി കഴിഞ്ഞാൽ അവൾക്കൊരു മെച്ചപ്പെട്ട ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു പിതാവ്. അതുകൊണ്ടാണ് താമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളിൽ അധ്യാപക നിയമനത്തിനായി മാനേജർ 30 ലക്ഷം ആവശ്യപ്പെട്ടപ്പോൾ മകളെ വിവാഹം കഴിപ്പിച്ചയക്കുവാൻ വെച്ചിരുന്ന ആ 13 ലക്ഷം രൂപ എടുത്തുകൊടുത്ത് ആ ജോലി മേടിച്ചത്. 6 വർഷത്തോളം അധ്യാപികയായി ജോലി ചെയ്തിട്ടും 1 രൂപ പോലും ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് വണ്ടിക്കൂലിക്ക് പോലും മാർഗമില്ലാതെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19-ാം തീയതി അലീന ബെന്നി എന്ന ആ 29-കാരി ആത്മഹത്യ ചെയ്തു. മകളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീടിന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പിതാവായ ബെന്നി നെഞ്ചി തകർന്നിരിക്കുന്ന ആ ദൃശ്യമാണ് നാം ആദ്യം കണ്ടത്. ശമ്പളമോ കിട്ടിയില്ല. 5 കൊല്ലം ജോലി ചെയ്ത് വണ്ടിക്കൂലിക്ക് പോലും മാർഗമില്ലാതെ അലീന ബെന്നി ആത്മഹത്യ ചെയ്ത് 24 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇക്കഴിഞ്ഞ മാർച്ച് 15-ാം തീയതി അലീന ബെന്നിയെ LPST ആയി നിയമിച്ചുകൊണ്ടുള്ള നടപടിക്ക് താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അംഗീകാരം നൽകി പോലും. ആ നിയമന അംഗീകാരമാണ് ആ കാലൻ ബിഷപ്പിന്റെ നെഞ്ചത്ത് ഭദ്രമായി കൊണ്ട് വെക്കുവാൻ ഞാൻ ആദ്യം പറഞ്ഞത്. ആ പാപം യുവതിക്ക് അവൾ ജീവിച്ചിരുന്നപ്പോൾ ആ നിയമന ഉത്തരവ് ലഭിക്കുമായിരുന്നു എങ്കിൽ അവൾ ഇന്ന് മരിക്കില്ലായിരുന്നു. വിശ്വാസവഞ്ചന കാണിച്ച് 13 ലക്ഷം രൂപയും കവർന്ന് 6 വർഷക്കാലം പട്ടിപ്പണിയും എടുപ്പിച്ച് ആ പാപത്തിനെ കൊന്നിട്ട് അവന്റെ അമ്മയുടെ നിയമന ഉത്തരവും കൊണ്ടുവന്നിരിക്കുന്നു. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കപ്പെടാത്തതിനാൽ ശമ്പള സ്കെയിൽ പ്രകാരമുള്ള നിയമനത്തിന് പകരം പ്രതിദിനം 955 രൂപ നിരക്കിൽ ദിവസവേതന വ്യവസ്ഥയിലുള്ള നിയമനമാണത്രേ ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. താമരശ്ശേരി AEO നിയമന നടപടി അംഗീകരിച്ച് സമന്വയ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് അംഗീകാര ഉത്തരവ് മാനേജ്മെന്റായ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് ലഭിച്ചത് എന്നാണ് അവരുടെ ഭാഷ്യം. അലീന സേവനമനുഷ്ഠിച്ച 6 കൊല്ലത്തെ ശമ്പളവും പൂർണ്ണമായി മരിച്ചിട്ട് പോലും നൽകില്ല. അതും ഇവന്മാർ മുക്കി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കോടഞ്ചേരി സെയിന്റ് ജോസഫ് LP സ്കൂളിലേക്ക് മാറ്റി നിയമിച്ച 2024 ജൂൺ 5 മുതൽ മരണം നടന്ന 2025 ഫെബ്രുവരി 19 വരെയുള്ള വേതനവും അനുബന്ധ ആനുകൂല്യങ്ങളും മാത്രമാണ് അലീനയുടെ കുടുംബത്തിന് അതുകൊണ്ട് ലഭ്യമാകുക. അതിനു മുമ്പ് നസ്രത്ത് LP സ്കൂളിൽ 2019 ജൂൺ 17 മുതൽ ഡിസംബർ 31 വരെ താൽക്കാലിക അടിസ്ഥാനത്തിലും കേട്ടറ്റ് യോഗ്യത നേടിയ ശേഷം 2021 ജൂലൈ 22 മുതൽ പ്രൊബേഷണറി LPST ആയും ജോലി ചെയ്തതിന് നിയമന അംഗീകാരം നൽകിയിട്ടില്ല. അതിനാൽ ആ കാലയളവിലെ വേതനവും ആനുകൂല്യങ്ങളും ലഭിക്കില്ല എന്ന് ചുരുക്കം. കഴിഞ്ഞ ഫെബ്രുവരി 19-നാണ് അലീന ബെന്നിയെ കട്ടിപ്പാറയിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിയമന അംഗീകാരം നൽകാത്തതിന് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റും വിദ്യാഭ്യാസ വകുപ്പും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ് ഉണ്ടായത്. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് കണ്ടെത്തിയത്. കോടഞ്ചേരി സെയിന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപികയായ അലീന 6 വർഷമായി ശമ്പളം ലഭിക്കാത്തതിലുള്ള മനോവിഷമത്താലാണ് ആത്മഹത്യ ചെയ്തത്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിൽ 5 വർഷം ജോലി ചെയ്ത അലീന കഴിഞ്ഞ 1 വർഷമായി കോടഞ്ചേരി സെയിന്റ് ജോസഫ് LP സ്കൂളിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ജോലിക്കായി 6 വർഷം മുമ്പ് 13 ലക്ഷം രൂപ രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് നൽകിയതായും കുടുംബം പറയുന്നു. വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ് അവസാന 1 വർഷം അലീന ജോലി ചെയ്തത്. ലീവ് വേക്കൻസി ആണെന്ന് പറയാതെയാണ് നിയമനം സ്ഥിരമാക്കാം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട 30 ലക്ഷത്തിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന 13 ലക്ഷം രൂപ മേടിച്ചെടുത്തത്. ആദ്യ 5 വർഷത്തിൽ ശമ്പള ഇനത്തിൽ ലഭിക്കുന്ന തുക മുഴുവൻ സഭയ്ക്ക് പിടിക്കാവുന്നതാണ് എന്ന എഗ്രിമെന്റ് വെച്ചാണ് അലീനയെ അവർ ജോലിക്കെടുത്തത്. അപ്രകാരം മാസാമാസം പണം പിടിക്കുകയും ചെയ്തിരുന്നു. അവധിക്ക് പോയ അധ്യാപിക തിരികെ വന്നതോടെ അലീനയെ വീടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് കോടഞ്ചേരിയിലേക്ക് സ്ഥലം മാറ്റി. ഇവിടെ ഉറപ്പായും സ്ഥിര നിയമനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും സ്കൂൾ മാറ്റ സമയത്ത് ശമ്പളം വേണ്ടെന്ന് സ്കൂൾ മാനേജ്മെന്റ് എഴുതി മേടിക്കുകയും ചെയ്തിരുന്നു എന്ന് വീട്ടുകാർ പറയുന്നു. വണ്ടിക്കൂലിക്ക് പോലും പണമില്ലാതെ വിഷമിച്ച അലീനയ്ക്ക് സ്കൂളിലെ അധ്യാപകർ തങ്ങളുടെ വേതനത്തിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ് നൽകിക്കൊണ്ടിരുന്നത്. സഹ അധ്യാപകരോടും കടം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന വീട്ടുകാരോടും വണ്ടിക്കൂലിക്ക് പണം ഇനിയും ചോദിക്കുവാനുള്ള ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് ആ 29-കാരി ജീവിക്കുവാനുള്ള ആ കൊതിയടക്കി ജീവനൊടുക്കിയത്. വീട്ടിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും കഷ്ടപ്പെട്ട് പഠിച്ചു അലീന. പാടുപെട്ടാണെങ്കിലും കർഷകരായ മാതാപിതാക്കൾ അവളെ B.Ed എടുപ്പിച്ചു.
അവൾക്കൊരു ജോലിയായി കഴിഞ്ഞാൽ അവൾക്കും സ്വന്തം കാലിൽ നിൽക്കാം, വിവാഹം കഴിപ്പിച്ചേക്കാനാണെങ്കിലും ജോലി ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പം വരില്ല എന്ന് അവർ പ്രതീക്ഷിച്ചു. 50 ലക്ഷത്തിന് പോലും അധ്യാപക ജോലിക്ക് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. കത്തോലിക്ക സഭാംഗം ആയതുകൊണ്ട് 30 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് കോർപ്പറേറ്റ് മാനേജർ എന്ന മെത്രാന്റെ പിടിച്ചുവെപ്പുകാരൻ പറഞ്ഞപ്പോൾ ഉള്ള സ്വർണവും വിറ്റ് കല്യാണത്തിന് കരുതി വെച്ച പണവും എല്ലാം കൂടി ചേർത്ത് 13 ലക്ഷം രൂപ സ്വരുക്കൂട്ടിക്കൊണ്ട് ആ പാവങ്ങൾ നൽകിയത്. അധ്യാപക നിയമനത്തിന് ലക്ഷങ്ങൾ കോഴ വാങ്ങി 6 കൊല്ലം ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്യിപ്പിച്ചു. ഒടുവിൽ അവൾ ആത്മഹത്യക്ക് കീഴടങ്ങിയ സംഭവം ഉണ്ടായിട്ടും ഒരൊറ്റ രാഷ്ട്രീയ കക്ഷികളോ അവരുടെ പോഷക സംഘടനകളോ സഭാ മാഫിയയ്ക്കെതിരെ ഒരു വാക്കുപോലും ശബ്ദിച്ചില്ല. സ്വന്തം സമുദായത്തിലെ ഒരു സാധു യുവതിയെ ചൂഷണം ചെയ്ത് കൊലയ്ക്ക് കൊടുത്ത ആ നാണംകെട്ട മെത്രാൻ എവിടെയെങ്കിലും ഒരു ആന ഇറങ്ങിയാൽ, ആനയൊന്ന് പിണ്ടമിട്ടാൽ അപ്പോൾ നിലവിളിയുമായി അവിടെ ഓടിയെത്തും. അലീനയുടെ വീട്ടുകാർ ചെയ്യേണ്ടുന്നത് അലീനയുടെ ആ നിയമന ഉത്തരവ് കൊണ്ട് ആ ബിഷപ്പ് ഹൗസിൽ പോയി ആ നാണംകെട്ടവന്റെ നെഞ്ചത്ത് വെക്കുക എന്നതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.